എന്ത് നിങ്ങൾ എടുക്കുന്നത്? മനുഷ്യന് പാല് കൊടുക്കാനും പറ്റത്തില്ല. ആവശ്യത്തിന് ഇവിടെ ഞങ്ങളൊന്ന് ടൂറിന് വന്നതാണ്. എന്നിട്ട് ഇവിടെ നിന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം വരും മീഡിയക്കാർ ക്യാമറ മുടിക്കൊണ്ട്. നിങ്ങൾക്കൊന്നും ഒരു പണിയല്ലേ? പണിയെടുത്ത് ജീവിക്കൂടെ? ക്യാമറ കൊണ്ടിങ്ങനെ നടക്കുവാണോ? ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ വേണ്ടിയിട്ട് ഓരോ സ്ത്രീകളും കാണിച്ചു കൂട്ടുന്ന ചില ചെറ്റത്തരങ്ങളാണ് ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഈ വീഡിയോ കണ്ട ഒരു സ്ത്രീ കുറേ ദിവസങ്ങളായിട്ട് ഇവരുടെ വീഡിയോസ് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനങ്ങനെ നോക്കിയപ്പോഴാണ് ഇവർ കൂടുതലും ചെയ്യുന്നത് ഇതുപോലുള്ള കണ്ടന്റുകളാണ്, റീൽസുകളാണ് കേട്ടോ. അപ്പോൾ ഇവരുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഒന്ന് വൈറലാകണം, ഒന്ന് റീച്ച് ആവണം. അതിനു വേണ്ടിയിട്ട് എവിടെ വരെ കാണിക്കാവോ അതിനപ്പുറം വരെ കാണിക്കുന്നുണ്ട്. പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ട് റീച്ച് ആവുന്നില്ല. എല്ലാവരുടെയും ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്, ഇപ്പൊ നമുക്കറിയാം രണാസുന വൈറലായി, അതുപോലെ ഏതെങ്കിലും രീതിയിലൊന്ന് വൈറലാണ്. രേണുസുതി വൈറലായത് ഏതൊരു റീൽ കൊണ്ടാണ്? നമ്മുടെ ചാന്തു കുടഞ്ഞൊരു സൂര്യന്മാനത്ത്, ആ ഒരു റീലോട് കൂടിയാണ് രണാസുന വൈറലായത്. രേണുസുതിയെ സംബന്ധിച്ചിടത്തോളം കൊല്ലം സുധിയുടെ ഭാര്യയായിരുന്നു. അങ്ങനെ കുറച്ച് അവർക്ക് ഓൾറെഡി കുറച്ച് ഹൈപ്പ് ഉള്ളതാണ്. പിന്നെ അവരൊരു റീലൂടെ ചെയ്തപ്പോൾ അവർക്ക് നല്ല രീതിയിലൊരു റീച്ച് കിട്ടി. അതിന് തൊട്ട് പിന്നാലെ കുറെ എണ്ണങ്ങൾ ഇതുപോലെ കാണിച്ച് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. ഒരു നാണവോ ഉളുപ്പോ ഒന്നുമില്ലാത്ത കുറെ എണ്ണങ്ങൾ ഇവളുമാരെ പോലത്തെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഇതെന്നാട്ടോ മയിലാട്ടോ പത്രിക, പുലിയാട്ടോ പത്രിക, ഇതെന്നാട്ടോ ഇത് മാർഗം കളി. ഒരു മാർഗം ഇല്ലാണ്ടാവുമ്പോ ഒരു കളി കളിക്കൂലേ, മാർഗം കളി. അയ്യോ ഇത് സൈഡിലിടണോ? ഈ ഗിയറിൽ സൈഡ് കിടക്കണം. രേഷ്മ, ജിമ്മിൽ പോകണ്ട? ഇല്ല. സിക്സ് പാക്ക് ഉണ്ടോ? സിക്സ് പാക്ക് ഇല്ല. അത് 2 പാക്ക് ഉണ്ട് കേട്ടോ. ഇനി ഇവിടെ 2 വരണം, ഇവിടെ 2 വരണം, അപ്പം 6 ആകും. ഇനി അടുത്ത വർഷത്തേക്ക് 4 വരുത്താന്ന് വിചാരിച്ചു. ടോട്ടൽ 2 പാക്ക് ഉണ്ട്. എല്ലാവരും കണ്ടല്ലോ, ഇതൊക്കെയാണ് വൈറലാകാൻ വേണ്ടിയിട്ട് ചില സ്ത്രീകളെ കാണിച്ചു കൂട്ടുന്ന പരിപാടികൾ. അതായത് കുറച്ച് ശരീര പ്രദർശനം നടത്തുക, അതാണല്ലോ ഇപ്പോഴത്തെ ആൾക്കാർക്ക് വേണ്ടത്. വൈറലാകാൻ വേണ്ടിയിട്ട് ക്ലീവേജ് കാണിക്കുക, അല്ലെങ്കിൽ വയറ് കാണിക്കുക, പുക്കൾ കാണിക്കുക, ശരീര പ്രദർശനം നടത്തുക, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ വൈറൽ താരങ്ങളുടെയൊക്കെ മെയിൻ പരിപാടി. പക്ഷെ ചില സ്ത്രീകൾ എത്രയൊക്കെ എന്തൊക്കെ കാണിച്ചു എന്ന് പറഞ്ഞാലും വൈറലാവത്തില്ല. അത് ഇവരെ പോലെയുള്ളവരൊക്കെ കുറെ പൊണ്ണത്തടി ഉണ്ട്, പക്ഷെ അത് എന്ത് കാണിച്ചാലും അങ്ങ് റീച്ച് ആവുന്നില്ല. ഇപ്പൊ രേണുസുധിയുടെ കാര്യം തന്നെ നോക്കാം. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ഒരു തലവാര മാറിയ സമയം ആ ഒരു റീലായിരുന്നു, ചാന്ത് കുടഞ്ഞൊരു സൂര്യമാനത്ത്. ആ ഒരു റീലോട് കൂടി അവര് വൈറലായി. പിന്നീട് അവർ ചെയ്ത എല്ലാ റീൽസും, അതുപോലെ പിന്നെ എല്ലാ അവരുടെ ആൽബംസ്, അങ്ങനെയുള്ളതൊക്കെ നല്ല രീതിയിൽ റീച്ചായി. പിന്നെ രേണുസുധി അങ്ങനെ കാണിച്ചൊന്നുമല്ല കേട്ടോ റീച്ച് ഉണ്ടാക്കിയത്. അവർ ചെയ്ത റീൽസുകള്, ആൽബങ്ങള്, അതെല്ലാം നല്ല രീതിയിൽ വൈറലായി. അപ്പൊ അതേ രീതിയിൽ കുറെ എണ്ണങ്ങള് വൈറലാകാൻ വേണ്ടിയിട്ടും, അതുപോലെ രേണുസുധി വൈറലായി ബിഗ് ബോസ് വരെ എത്തി, ഒരുപാട് അവസരങ്ങൾ എത്തി. ഇപ്പൊ അവര് സോഷ്യൽ മീഡിയയിൽ തന്നെ, കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു താരമാണ്. അപ്പൊ അതേപോലെ കുറെ അവളുമാര് സ്വന്തം ശരീര പ്രദർശനം നടത്തി റീച്ച് ആകാൻ നോക്കുന്നുണ്ട്, പക്ഷെ അങ്ങ് റീച്ച് ആവുന്നില്ല. ഇതിനെയൊക്കെ കാണുമ്പോ ആർക്കെങ്കിലും ഒരു മെന തോന്നുന്നുണ്ടോ? ഇങ്ങനെ അങ്ങ് കുറെ പൊണ്ണത്തടിയും കാണിച്ചിട്ട് അവിടെ ഇവിടെ കാണിച്ച് അങ്ങോട്ട് മാക്സിമം കാണിക്കുന്നുണ്ട്, പക്ഷെ റീച്ച് കിട്ടുന്നില്ല. ഇതിനൊക്കെ എന്താ പറയേണ്ടതെന്ന്, ഇതിനൊക്കെ വീട്ടിൽ ചോദിക്കാനും പറയാനൊന്നും ആരുമില്ലേ? ഇത്ര പരസ്യമായിട്ട് വന്നിട്ട് ഇങ്ങനെയൊക്കെ, അതും ഇവരുടെയൊക്കെ വീഡിയോസും അല്ലെങ്കിൽ ഇതുപോലുള്ള റീൽസ് ഒക്കെ എടുക്കുന്നത് കുറെ മീഡിയക്കാരുണ്ടാവും. അവരുടെയൊക്കെ മുന്നിലാണ് ഒരു നാണോ ഇല്ലാതെ ഇങ്ങനെയൊക്കെ നിൽക്കുന്നത്. എന്താ ഇതിനൊക്കെ പറയേണ്ടത്? എന്താ? ഒക്കെയാണ് ഇവര് വൈറലാകാൻ നോക്കുന്ന വഴികൾ. അതേസമയം നല്ല നല്ല റീൽസോ കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ പിന്നെയും എന്തെങ്കിലും സപ്പോർട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷെ ഇവരൊക്കെ ചെയ്യുന്ന എന്താ, ഇതുപോലെയുള്ള ഹോട്ട് ലുക്കിൽ അല്ലെങ്കിൽ സെക്സി ലുക്കിലൊക്കെ വന്ന് ഒന്ന് അവിടെ ഇവിടെ ഒക്കെ ഒന്ന് കാണിച്ച് റീൽസ് ഒക്കെ ചെയ്യുക. അതായത് ഇപ്പൊ മെയിൻ ആയിട്ട് ഇൻസ്റ്റഗ്രാമിലാണ് എല്ലാവരും വൈറലാകാൻ വേണ്ടി റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതിലൂടെയാണ് ഇപ്പൊ മിക്കവരും വൈറലാകുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്ന ചില പ്രവർത്തികൾ, ഇതൊക്കെ എടുക്കാനുണ്ടല്ലോ മീഡിയക്കാർ ഇവരുടെ പുറകെ തന്നെ ഉണ്ടാവും.
അല്ലാതെ ഇവർക്കൊന്നും പ്രത്യേകിച്ച് ഒരു സൗന്ദര്യമോ അല്ലെങ്കിൽ ഒന്നും തന്നെ ഇല്ല, പ്രത്യേകിച്ച് കഴിവുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതുപോലെ കാണിക്കാനുള്ള ഒരു മനസ്സുണ്ട്, അതാണ് ഇവരുടെയൊക്കെ ഒരു കഴിവ് എന്ന് പറയുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് എന്തെങ്കിലും കഴിവുകളുണ്ടോ ഒന്നുമില്ല. ഇങ്ങനെ കാണിച്ച് മാക്സിമം കാണിക്കാവുന്നതിന്റെ അങ്ങേ അപ്പുറം വരെ കാണിച്ചിട്ട് റീച്ച് ഉണ്ടാക്കാൻ നോക്കുന്നു. അല്ലാതെ എന്താ ഇതിനൊക്കെ പറയണ്ടേ? ഇതിനെന്റെ വീട്ടിൽ ചോദിക്കാനും പറയാനും ആളില്ലാതെ ഇങ്ങനെ തുറന്നു വിട്ടിരിക്കുവാണെന്ന് തോന്നുന്നു. ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാനും ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അയ്യോ, അത് പറയാതിരിക്കാൻ വയ്യ. ഇപ്പൊ ഈ ഒരു വീഡിയോ ഇടുമ്പോ കൂടെ അതിന്റെ താഴെ വരുന്ന കമന്റുകളായിരിക്കും, നിനക്കെന്താ, നിനക്ക് അസൂയല്ലേ, മറ്റതല്ലേ, മറിച്ചല്ലേ എന്ന് പറഞ്ഞ് കമന്റുകൾ വരും. കാരണം ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാനും ആൾക്കാരുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കണ്ട് ആസ്വദിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവരെ പോലുള്ളവർ ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യും. അതാണ് ഇവരുടെയൊക്കെ വിജയം. ഈ ലൈംഗിക ദാരിദ്ര്യം മുതലെടുക്കുക എന്ന് പറയത്തില്ല, അതൊക്കെയാണ് ഇവരെ പോലുള്ള ചില ആൾക്കാരുടെ ഒരു മെയിൻ പരിപാടി. ഇങ്ങനെയൊക്കെ ഒന്ന് അതായത് കാണിച്ചാൽ റീച്ച് കിട്ടുള്ളൂ എന്ന് ഇവർക്ക് അറിയാം കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് കാണിക്കാവുന്നതിന്റെ മാക്സിമം കാണിക്കും. ഇങ്ങനെയൊക്കെ കാണിക്കാമെങ്കിൽ പിന്നെ നമുക്ക് എന്തുകൊണ്ട് ഇത് പറഞ്ഞുകൂടാ? ഇവർക്ക് ഒരു നാണവും ഉളുപ്പും ഇല്ലാതെ, ഒരു നാണവും മാനവും ഇല്ലാതെ ഇതൊക്കെ കാണിക്കുന്നു. അപ്പൊ പിന്നെ ഇത് കാണുന്ന ആൾക്കാർക്ക് എന്തുകൊണ്ട് കമന്റ് പറഞ്ഞുകൂടാ? ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാനും ആൾക്കാരുണ്ട്. അപ്പൊ ഇവരെയൊക്കെ എതിർക്കാനും ആൾക്കാരുണ്ടാവണമല്ലോ. നമ്മളൊക്കെ എത്ര ഇവർക്കെതിരെ എതിർത്താലും അല്ലെ വിമർശിച്ചാലും ഇവർക്കൊന്നും ഒരു നാണോ ഉളുപ്പോ ഒന്നുമില്ല. കാരണം കാണിക്കാൻ തയ്യാറായി ഇറങ്ങി തിരിച്ചവർക്ക് പിന്നെ എത്ര കാണിച്ചു എന്ന് പറഞ്ഞാലും ഒരു ഉളുപ്പും ഉണ്ടാവില്ല. ഉദാഹരണത്തിന് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നല്ല നല്ല റീൽസുകളൊക്കെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നല്ല രീതിയിൽ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന, നല്ല കണ്ടന്റ് വെച്ച് വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ അവരുടെ വീഡിയോസിനൊന്നും റീച്ച് ഉണ്ടാവില്ല. പകരം ഇതുപോലെ കുറെ പേക്കൂത്തുകളും കുറെ അവിടെ ഇവിടെ കാണിച്ച് റീൽസ് ചെയ്യുന്ന അവളുമാർക്കായിരിക്കും നല്ല ലൈക്കും നല്ല ഫോളോവേഴ്സും നല്ല രീതിയിൽ റീച്ചും. അതേസമയം നല്ല രീതിയിൽ വീഡിയോസും റീൽസുകളും ഒക്കെ ചെയ്യുന്നവർക്ക് ഇപ്പൊ യൂട്യൂബിലായിക്കോട്ടെ അല്ലെങ്കിൽ ഇൻസ്റ്റയിലായിക്കോട്ടെ ഫേസ്ബുക്കിലായിക്കോട്ടെ റീച്ച് ഉണ്ടാവില്ല. അതേസമയം ഇതുപോലെയൊക്കെ കാണിക്കാവോ, റീച്ച് ഉണ്ടാവും. പിന്നെ ഇവളുമാരുടെയൊക്കെ വിജയം എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഇങ്ങനെ കാണിക്കുമ്പോൾ കുറെ ആൾക്കാരുടെ സപ്പോർട്ട്, ലൈക്കുകൾ കിട്ടും. കാരണം അങ്ങനെ കണ്ട് ആസ്വദിക്കാനും കുറെ അധികം ആൾക്കാരുണ്ട്. ഇവളുമാരെയൊക്കെ ഇതുപോലെയൊക്കെ വരുമ്പോഴത്തേക്കും അത് കണ്ട് ആസ്വദിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവളുമാരെ പോലുള്ളവരുടെ വിജയം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇതൊക്കെ കണ്ട് ആസ്വദിക്കുന്നവര് ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യും. പക്ഷെ നമുക്കിതൊന്നും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ കാണിക്കുന്ന ചില അവളുമാർക്കെതിരെ ഇതേ രീതിയിൽ വിമർശിക്കും. ഇത് കണ്ട് കുരുപൊട്ടുന്ന കുറെ ആൾക്കാരുണ്ടാവും. കാരണം ഈ വീഡിയോ വരുമ്പോഴത്തേക്കും നിനക്കൊക്കെ എന്താ അസൂയല്ലേ, മറ്റതല്ലേ, മറിച്ചല്ലേ, ഇതിനെയൊക്കെ കണ്ടിട്ട് എന്താ അസൂയപ്പെടാനാ?